Hi friends, welcome back to Widget Master. മിഷൻ സ്പോട്ട് എന്ന പേരിൽ മാർവൽ ഒരു പുതിയ ടി.വി. സ്പോട്ട് റിലീസ് ചെയ്തിരുന്നു. അതായത് എൻഡ് ഗെയിമിന്റെ ഒരു പുതിയ ടി.വി. സ്പോട്ട് അവർ റിലീസ് ചെയ്തിരുന്നു. അതിലെ കൂടുതൽ പോർഷൻസ് പഴയ ക്ലിപ്സ് ആണെങ്കിൽ അതിന്റെ അവസാന ഭാഗം നമുക്ക് ഈ ഒരു കോഡറിയാം സൂട്ടിനെ പറ്റിയും കൂടാതെ ഈ ഒരു സിനിമയുടെ പ്ലോട്ടിനെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. So let's start. On April 26th, you know your teams, you know your missions. No mistakes, no do-overs. Look out for each other. This is the fight of our lives. He's pretty good at that, right? Avengers Endgame. Rated PG-13. Tickets on sale now. ഈ ഒരു പുതിയ ടി.വി. സ്പോട്ട് ആരംഭിക്കുന്നത് തന്നെ നമ്മൾ മുൻപ് കണ്ട ടി.വി. സ്പോട്ടിലെ സീനുകളുമായിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ആൻഡ്മാന്റെ പുതിയ സൂട്ടായ മാർക്ക് 85 ആണ്. പിന്നീട് അങ്ങോട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ടി.വി. സ്പോട്ടുകളിലും കൂടാതെ ടീസറുകളിലും കണ്ട അതേ സീനുകൾ തന്നെയാണ് നമ്മൾ പിന്നെയും കാണുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പുതിയ സീൻ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടേതാണ്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിന്റെ ഷിപ്പായ ബെനറ്റിൽ ഇരിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു സീനാണ് നമ്മൾ പുതിയതായി കാണുന്നത്. മുൻപിറങ്ങിയ ഒഫീഷ്യൽ ട്രെയിലറിൽ അവഞ്ചേഴ്സിന്റെ പ്രധാന അംഗങ്ങളെല്ലാം ഈ ബെനറ്ററിൽ പോകുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നു. അതായത് ആൻഡ്മാനും കൂടാതെ ഹോക്കയും ഒഴികെയുള്ള ബാക്കിയുള്ള അവഞ്ചേഴ്സും കൂടാതെ ഇപ്പോൾ നിലനിൽക്കുന്നതുമായ കുറച്ചുപേർ ആ ഒരു ഷിപ്പിൽ പോകുന്നതായി നമ്മൾ കണ്ടിരുന്നു. ആ ഒരു സീനിന്റെ ബാക്കി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതും. മുൻപ് ഡിസ്നി തന്റെ ഷെയർ ഹോൾഡേഴ്സിനായി ഒരു പുതിയ ക്ലിപ്പ് കാണിച്ചു കൊടുത്തിരുന്നു. പിന്നീട് അതേ ക്ലിപ്പ് തന്നെ നമുക്ക് സ്നീക്ക് പീക്ക് എന്ന പേരിൽ യൂട്യൂബിലും അവർ അപ്ലോഡ് ചെയ്തു. എന്നാൽ ഷെയർ ഹോൾഡേഴ്സിനെ കാണിച്ച അതേ ക്ലിപ്പ് തന്നെയല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കുറെ എഡിറ്റിംഗ് നടത്തിയിട്ടാണ് അവർ ഈ ഒരു ക്ലിപ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. ഷെയർ ഹോൾഡേഴ്സിനായി കാണിച്ചു കൊടുത്ത ക്ലിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റോക്കറ്റും നെബ്യുലയും ആ ഒരു സീനിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ ആ ഒരു സീനിന് ശേഷം അവർ താനോസിന്റെ പുതിയ പ്ലാനറ്റ് അതായത് ടൈറ്റൻ 2 അതായത് ഗാർഡൻ പ്ലാനറ്റിലേക്ക് പോകുന്നതായാണ് അവർ തീരുമാനമെടുക്കുന്നത്. കൂടാതെ അങ്ങോട്ട് പോകാനായി ബെനറ്റർ ഉപയോഗിക്കും. ആ ഒരു സീനാണ് പിന്നീട് നമ്മൾ ഒഫീഷ്യൽ ട്രെയിലറും കണ്ടത്. കൂടാതെ ആ ഒരു ഷിപ്പിൽ എത്തിയ ശേഷം റോക്കറ്റ് എല്ലാവരോടും ചോദിക്കും ഇതിനു മുമ്പ് ആരൊക്കെ സ്പേസിൽ വന്നിട്ടില്ലേ എന്ന്. ക്യാപ്റ്റൻ അമേരിക്കയും നതാഷ റോമനോഫും കൂടാതെ വാർ മെഷീനും ഇത് കേട്ടയുടനെ കൈവെക്കും. അവരോടായി റോക്കറ്റ് പറയും നിങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പുറത്തിറങ്ങരുത്, അതായത് ആ ഒരു ബെനറ്ററിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവർ സ്പേസിലെത്തുകയും കൂടാതെ ക്യാപ്റ്റന്റെ കണ്ണിലേക്ക് അവർ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലിപ്പ് അവസാനിക്കും. ഇത്രയുമാണ് ഷെയർ ഹോൾഡേഴ്സിനായി കാണിച്ചു കൊടുത്തത്. ഈ ഒരു ക്ലിപ്പിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് സ്നീക്ക് പീക്ക് എന്ന പേരിൽ നമ്മൾ കണ്ടതും. കൂടാതെ ആ ഒരു സീന് ശേഷം ഇവർ ഇതേ ബെനറ്ററിൽ കയറുകയും അവർ സ്പേസിലെത്തുകയും ചെയ്യും. അതാണ് നമ്മൾ ഒഫീഷ്യൽ ട്രെയിലറിൽ കണ്ടത്. പിന്നീട് ഇതേ ഒഫീഷ്യൽ ട്രെയിലറിന്റെ ബാക്കി നമുക്ക് ഈ ഒരു മിഷൻ സ്പോട്ട് എന്ന ടി.വി. സ്പോട്ടിലും കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ ഇവിടെ കുറച്ച് ഭയപ്പെട്ടിരിക്കുന്നതും. ഈ ഒരു ടി.വി. സ്പോട്ടിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ പഴയ ആ ക്ലിപ്സ് ആണ്. എന്നാൽ ഇതിന്റെ അവസാനമായി നമ്മൾ കാണുന്നത് ആ ഒരു കോണ്ടറിയാം സൂട്ടിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. കൂടാതെ ഈ ഒരു മിഷൻ ടി.വി. സ്പോട്ടിന്റെ ഈ ഒരു 30 സെക്കൻഡ് ഉടനീളം നമ്മൾ കേൾക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ശബ്ദമാണ്. പിന്നീട് ഈ ഒരു ടി.വി. സ്പോട്ടിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഒരു പുതിയ സീൻ തന്നെയാണ്. അവഞ്ചേഴ്സ് എല്ലാവരും തന്നെ ആ ഒരു പുതിയ കോണ്ടറിയാം സൂട്ട് അല്ലെങ്കിൽ ആ ഒരു പുതിയ അഡ്വാൻസ്ഡ് ഹൈടെക് സൂട്ടുമായി ധരിച്ചു നിൽക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ഇതിന് മുന്നേ ഇറങ്ങിയ ടി.വി. സ്പോട്ടുകളിൽ നിന്നും കൂടാതെ സ്പെഷ്യൽ ലുക്ക് ടീസറുകളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അവഞ്ചേഴ്സ് ഈ ഒരു സ്യൂട്ട് ധരിക്കുമെന്നുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി കുറെ കൂടി ക്ലോസ് ആയിട്ടുള്ള സീനാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു ടി.വി. സ്പോട്ടിന്റെ ഉടനീളം നമ്മൾ കേൾക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ സൗണ്ടാണ്. ക്യാപ്റ്റൻ ഈ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അവഞ്ചേഴ്സ് എല്ലാം പല ടീമുകളായി വേർതിരിഞ്ഞ് അവർ ഓരോ മിഷന് വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന അവഞ്ചേഴ്സ് എല്ലാം പല ടീമുകളായി ചേർന്ന് ഓരോ ഇൻഫിനിറ്റി സ്റ്റോൺസും അതിന്റെ കാലഘട്ടത്തിൽ ടൈം ട്രാവൽ ചെയ്ത് പോയി കരസ്ഥമാക്കാൻ വേണ്ടിയായിരിക്കും ഇവരിങ്ങനെ പല ടീമുകളായിട്ട് പോകുന്നതും. കൂടാതെ ക്യാപ്റ്റൻ അവരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത് വളരെ അപകടം പിടിച്ചതാണ്, ഇത് നമ്മുടെ ജീവന് തന്നെ വലിയ ആപത്താണ്, അവിടെ തന്നെ എല്ലാവരും സൂക്ഷിക്കണമെന്നും. ഒരുപക്ഷെ ഇത് ഉദ്ദേശിക്കുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിരിക്കാം. ഇവർ ടൈം ട്രാവൽ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും പാസ്റ്റിലെ ഒരു ചെറിയ മാറ്റം പോലും ഫ്യൂച്ചറിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയേക്കാം. അത് തന്നെയാണ് ബട്ടർഫ്ലൈ എഫക്ട്. ഒരുപക്ഷെ ക്യാപ്റ്റൻ അതിനെ പറ്റിയായിരിക്കും ഇവിടെ പറയാൻ പോകുന്നതും. പാസ്റ്റിലെ ഒരു ചെറിയ മാറ്റം ഫ്യൂച്ചറിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. തീർത്തും അത് പ്രതികൂലമായും ബാധിക്കുന്ന ഒരുപാട് വലിയ മാറ്റങ്ങൾ. കൂടാതെ ഈ ഒരു സീനിൽ നമ്മൾ ആൻഡ്മാനെയും റോക്കറ്റിനെയും കൂടാതെ ആൻഡ്മാനെയും വളരെ ഹ്യൂമറസ് ആയിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു പ്ലാനിൽ അവർക്ക് തീർച്ചയായും നല്ല പ്രതീക്ഷ വന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരിങ്ങനെ കുറെ കൂടി റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കാണുന്നതും. കൂടാതെ ഈ ഒരു മിഷൻ ടി.വി. സ്പോട്ടിന്റെ അവസാനമായി നമ്മൾ കാണുന്നത് ആ ഒരു നിലനിൽക്കുന്ന അവഞ്ചേഴ്സ് എല്ലാം കൈ കൂട്ടി വെക്കുന്നതായാണ്. അവരെല്ലാം ഇവിടെ ഉയർത്തിയിരിക്കുന്നത് അവരുടെ ഇടത്തെ കൈയാണ്. എന്നാൽ കുറച്ചുനാൾ മുമ്പ് ലീക്കായ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ സെറ്റ് പിക്കും കൂടാതെ ബാക്കിയുള്ള ഫോട്ടോകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അവഞ്ചേഴ്സ് എല്ലാവരും തന്നെ അവരുടെ കയ്യിൽ പ്രത്യേക തരത്തിലുള്ള എന്തോ ധരിച്ചിരിക്കുന്നത്. അത് ഓരോ അവഞ്ചേഴ്സിന്റെ കയ്യിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു സീനിൽ നമുക്കത് കാണാൻ സാധിച്ചിരുന്നില്ല. ആരുടെ കയ്യിൽ നിന്നും
ഈ ഒരു സീനിൽ നമുക്കത് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള റോക്കറ്റിന്റെ സീനിൽ ഒരാളുടെ വലത്തെ കയ്യിൽ ഇതേ സാധനം നമുക്ക് കാണാൻ സാധിച്ചു. എന്നിരുന്നാലും ഈ ഒരു ഡിവൈസിന് എൻ ഗെയിമിൽ വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കൂടാതെ 6 പേരുടെ മുഖങ്ങളാണ് നമുക്ക് ഈ ഒരു സീനിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ നമ്മൾ കൈകൾ നോക്കിയാൽ മനസ്സിലാകും അവിടെ 9 പേരുമുണ്ട്. റോക്കറ്റിനെ ഒഴിവാക്കിയാൽ ബാക്കി 8 പേരുടെ കൈകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത് ആരൊക്കെയാണെന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്നത് 11 പേരാണ്. അതുപോലെ തന്നെ ഈ 9 പേരിൽ 2 പേർ കുറവാണ്. കൂടാതെ ഈ കൂട്ടത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൈ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഹൾക്കോ അല്ലെങ്കിൽ വാർ മെഷീനോ ആവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. കാരണം ഇതുവരെ ഇറങ്ങിയ TV സ്പോട്ടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വാർ മെഷീൻ ഒഴികെയുള്ളവരെല്ലാം ധരിച്ചിരുന്നത് അവരുടെ ശരീരത്തിന് പാകമാവുന്ന തരത്തിലുള്ള ഈ ഒരു കോണ്ടറിയം സ്യൂട്ടാണ്. എന്നാൽ റോഡി ധരിച്ചിരിക്കുന്നത് തന്റെ ഒരു വാർ മെഷീൻ സ്യൂട്ടാണ്. അതായത് തന്റെ ആ ഒരു വാർ മെഷീൻ സ്യൂട്ടിലാണ് നമുക്ക് ഈ ഒരു കോണ്ടറിയം സ്യൂട്ടിന്റെ ഡിസൈൻ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിയുടെ കൈ അത്യാവശ്യം വലിപ്പമുള്ളതാവാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ ഇതിനോടൊപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു സ്യൂട്ട് അവർ ധരിക്കുന്നത് കോണ്ടറിയാമിലേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല, എൻ ഗെയിമിലെ അവഞ്ചേഴ്സിന്റെ പ്രധാന സ്യൂട്ട് തന്നെയാണിത്. കൂടാതെ കെവിൻ പേജും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവഞ്ചേഴ്സ് എൻ ഗെയിമിലെ അവഞ്ചേഴ്സിന്റെ പ്രധാന സ്യൂട്ട് തന്നെയാണ് ഈ ഒരു അഡ്വാൻസ് ഹൈടെക് സ്യൂട്ട് എന്നുള്ളത്. കൂടാതെ അത് ഹൾക്ക് ആവാനും സാധ്യതയുണ്ട്, അതായത് പ്രൊഫസർ ഹൾക്ക്. കാരണം ഹൾക്കിന്റെ കൈക്കും ഇത്ര തന്നെ വലിപ്പമുണ്ട്. ഒരുപക്ഷെ ഇത് ഹൾക്ക് ആണെങ്കിൽ തീർച്ചയായും ഇത് പ്രൊഫസർ ഹൾക്ക് തന്നെയാകണം. ഈ ഒരു TV സ്പോട്ടിൽ നിന്ന് നമുക്ക് കൂടുതലൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ഒരു സ്യൂട്ട്സിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു മിഷൻ TV സ്പോട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു TV സ്പോട്ടിന്റെ അവസാനം കുറെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് കുറെ സീരിയസ് ആയിട്ടാണ് ക്യാപ്റ്റൻ അമേരിക്ക തന്നെ ടീംമേറ്റ്സോട് കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ റോക്കറ്റും കൂടാതെ സ്കോട്ട്ലാൻഡും അതായത് ആൻഡ്മാനും കുറെ കാഷ്വൽ ആയിട്ടാണ്, വളരെ ഹ്യൂമറസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീൻസ് നമ്മൾ സിനിമയിൽ കാണാനുള്ള സാധ്യത ഒരുപാട് കുറവാണ്. അവർ ട്രെയിലറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ക്ലിപ്സ് ആയിരിക്കും തീർച്ചയായും ഇത്. സിനിമയിൽ നമ്മൾ മിക്കവാറും കാണുന്നത് ആ ഒരു സീരിയസ് ആയിട്ടുള്ള സീൻസ് മാത്രമായിരിക്കും. അവിടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.